അണ്ണാ അവളെങ്ങനെ റൂമിൽ നിന്ന് പോയത് എനിക്കറിയില്ല അണ്ണാ. ഞാൻ റൂം നന്നായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അലർച്ച ബഹളങ്ങളൊന്നും ഇഷ്ടമല്ല. ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഫോറിനേഴ്സിനെ ഒടിവോ ചതവോ എന്തെങ്കിലും ഉണ്ടായാൽ എനിക്കത് തുക കുറയും. ഇനി ആരെങ്കിലും ആ വാതിൽ തുറന്ന് പുറത്ത് പോയെന്നറിഞ്ഞാൽ പിന്നെ വെട്ടിക്കണ്ടിച്ചിട്ട് പന്നിക്ക് ഞാൻ തീറ്റയാക്കി കൊടുക്കും. മനസ്സിലാടാ? ആ പെണ്ണിനെടുത്ത് അടുത്ത റൂമിലേക്ക് പോയിട്ടേക്ക്. അടുത്ത 3 എണ്ണത്തിനെ കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ ഷിപ്മെൻ്റ് ഇവിടെ നിന്ന് പുറത്തിറക്കി ഇറക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് വേണം എനിക്ക് മനസ്സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ. ഇന്നലെ രാത്രി ഇവിടെ അറ്റാക്ക് നടന്നോ? സാറിന് പറ്റിയ സാർ? ഏയ്, അറ്റാക്കൊന്നും നടന്നില്ല. പക്ഷെ ഇന്നലെ രാത്രി ആരും അവിടെ കയറി റൂമെല്ലാം മരിച്ചു പെറുക്കിയിട്ടുണ്ട്. എന്നിട്ട് സാറെന്തായാലും അവനടിച്ച് പഞ്ഞിക്കിട്ട് കാണുന്ന എനിക്കറിയാം. അതിന് CID അർജുൻ ഭയങ്കര ഉറക്കമായിരുന്നു. അവസാനം ഞാൻ കിടന്ന് കുറച്ചപ്പോഴാണ് കള്ളൻ ജനൽ വഴി ചാടി ഓടിപ്പോയത്. ഞാൻ പുറകെ ഓടിപ്പോയി, പക്ഷേ പിടിക്കാൻ കിട്ടിയില്ല. സാർ, നമ്മുടെ മെയിൻ തൊട്ടി മുതൽ 50 ഹാൾ ടിക്കറ്റ്. അയ്യോ, ഇത് പൗണ്ടല്ലേ സാർ? അത് വീട്ടില്ല. ആ, പോയിട്ടില്ല. ഇതെന്ത് കോലർജുത്? ഇതെന്താ മുറി കാലം കോലപ്പെടുത്തിട്ടേക്കണേ? എന്നിട്ട് CID പണി മാറ്റിയിട്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിട്ടോ കേട്ടോ. ഇത് ഞാൻ ചെയ്തതല്ല. ഇന്നലെ രാത്രി ഇവിടെ കള്ളൻ കയറി, അവൻ ചെയ്തിട്ട് പോയതാണ്. കള്ളനോ? എന്നിട്ട് എന്തെങ്കിലും മിസ്സായോ? ഇല്ല, ഒന്നും മിസ്സായിട്ടില്ല. അതാണ് എന്റെ അത്ഭുതം. ഇവിടെ എത്ര അരിച്ചു പെറുക്കിയിട്ടും അവൻ ഈ ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. പോലീസിന് പോലും കിട്ടാത്ത മെയിൻ തെളിവത് ഇതവൻ തൊട്ടിട്ടില്ല. എന്നാ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കള്ളനായിരിക്കൂല, വല്ല ലോക്കൽ കള്ളന്മാരും ആയിരിക്കും. എന്തായാലും നീ ഇതൊക്കെ എന്ന് അടുക്കി പെറുക്കി വെക്ക്. അവള് പറഞ്ഞ പോലെ ഒരു ലോക്കൽ കള്ളനല്ല ഇത്. പക്ഷെ നമ്മുടെ തൊണ്ടിമേൽ നഷ്ടപ്പെട്ടിട്ടുമില്ല. പിന്നെ എന്തിനായിരിക്കും അവൻ ഈ വീട്ടിൽ കയറിയത്? എൻ്റെ പണി തുടങ്ങി. സാർ, എനിക്ക് തോന്നുന്നത് അവൻ മറ്റെന്തോ അന്വേഷിച്ചെന്നാണ്. സാറിന്റെ വിലപ്പെട്ട മറ്റെന്തോ. വിലപ്പെട്ടതോ? അതിന് എൻ്റെ കയ്യിൽ വിലപ്പെട്ടൊന്നുമില്ലല്ലോ. അത് ഞങ്ങൾക്ക് മാത്രമല്ല അറിയുള്ളൂ, കള്ളനതൊന്നും അറിയില്ലല്ലോ. പ്രതീഷ്, അങ്ങനെയാണെങ്കിൽ നമ്മളറിയാത്ത എന്തോ ഒരു പ്രധാനപ്പെട്ട സാധനം ഈ വീട്ടിലിരിപ്പുണ്ട്. അതെടുക്കലാണ് കാണലിൻ്റെ ലക്ഷ്യം. ഈ വീട്ടിലോ? അതെന്ത് സാർ? സാർ, അത് കണ്ടുപിടിക്കലാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടാസ്ക്. രമേശ, ഈ കേസ് അന്വേഷണത്തിന് ബൈക്കാണ് നല്ലത്. ഏത് ഇടവഴിയിലൂടെ പോവാലോ. എന്നാ സാറേ, നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനോട് പറഞ്ഞ് 3 ബൈക്കട് വാങ്ങിച്ചാലോ? നീ കയറ്. രമേശ, ഈ വഴി അന്ന് നമ്മുടെ സ്ഥലത്തേക്ക് പെട്ടിട്ടില്ലല്ലോ. ഇതൊരു പൊതുവഴിയല്ല സാറേ, ഇതാ എസ്റ്റേറ്റുള്ള വഴിയാ. അങ്ങനെയാണെങ്കിൽ ആ കിഡ്നാപ്പേഴ്സ് ഇതുവഴി പോയിട്ടുണ്ടെങ്കിലോ? നമുക്കൊന്ന് പോയി നോക്കാം.
തോടാണല്ലോ രമേശ. സാറേ വണ്ടി ഇവിടെ വെച്ച് നമുക്ക് നടന്നു പോകാം. ആ അതേ പറ്റും. രമേശ ജീപ്പ് എടുക്കായിരുന്നു അല്ലേ? ഞാനും അത് ആലോചിച്ചിരുന്നു സാറേ. വാ പോവാം. രമേശ ഇവിടെ ഇങ്ങനൊരു വീടുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലേ? അതെ സാർ. ഇവിടെ ഒരു ട്രക്ക് വന്ന് പോയതിൻ്റെ പാടുകളുണ്ട്. എന്നാലും നമുക്ക് കിട്ടിയ CCTV വിഷയമില്ലേ, അതില്ല. വാ. സാറേ ഇനി ഈ വഴി എങ്ങാനും ആ കാണുന്നത് ഫോറസ്റ്റാ. അത് അങ്ങോട്ടുള്ള വഴിയായിരിക്കും. അങ്ങോട്ട് പോകുന്നത് പോസിബിൾ അല്ല. നമുക്ക് മുമ്പ് ഇവിടെ ആരോ വന്നിട്ടുണ്ട് രമേശ. ഒരു ബൂട്ടിട്ടവൻ. ഇനി ആ തട്ടിക്കൊണ്ടുപോയവരാരെങ്കിലും? നോ, ടയറിൻ്റെ മുകളിലാണ് ഷൂവിൻ്റെ പാടുള്ളത്. ദാറ്റ് മീൻ വണ്ടി വന്ന് പോയതിന് ശേഷമാണ് ഇവർ പോയിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഇതേ ഷൂവിൻ്റെ പാട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ തോടിൻ്റെ കരയിൽ ഒരു ബുള്ളറ്റിൻ്റെ ടയർ പടം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ കിഡ്നാപ്പർ അല്ലാതെ വേറെ ആരോ നമുക്ക് മുമ്പ് സഞ്ചരിക്കുന്നുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. പക്ഷേ അതെങ്ങനെ കണ്ടുപിടിക്കും സാർ? അതിനൊരു വഴിയുണ്ട്. നമുക്ക് മുന്നേ സഞ്ചരിച്ചവനല്ലേ, അവനിപ്പോൾ അമൃതയുടെ വീട്ടിൽ കാണും. അമ്മ വീട്ടിൽ എനിക്കെന്തോ പേടിയാവണമ്മ. അവക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? നീ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. പോലീസ് എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടല്ലോ. പിന്നെ നിന്റെ മാമനും സഹായം കൂടെ രാവിലെ തന്നെ ഇതിന്റെ പുറകെ ഇറങ്ങിയിട്ടുണ്ട്. അവര് കണ്ടുപിടിച്ചോളും. ആ ചേച്ചി, മാമൻ സൂപ്പറാ. പണ്ട് ബംഗാളിനെ കണ്ടുപിടിച്ച മാതിരി ഇതും കണ്ടുപിടിക്കും. നീ ഒന്നും മിണ്ടാതിരിക്കണ്ടോ ദിയ? ഇത് കോമഡി അല്ല. ഓ അത് വിട്, അമൃതേനെ അവര് കണ്ടുപിടിച്ചോളും. പിന്നെ ഇന്നലെ നിന്റെ സയൻസ് എക്സാം അല്ലായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കുഴപ്പമില്ലേന്നു. കുറേയൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. കെമിസ്ട്രിന്ന് ഒന്നൊരു ക്വസ്റ്റ്യൻ കേൾക്കണോ? ഇൻവിസിബിൾ ഇങ്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്? ഇൻവിസിബിൾ ഇങ്കോ? അതെന്താ ചേച്ചി? അത് ഈ നാരങ്ങ നീരോ ഓർഗാനിക് ആസിഡോ വെച്ച് വൈറ്റ് പേപ്പറിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാങ്ക് ആയിരിക്കും, നമുക്കൊന്നും കാണൂല. ബ്ലാങ്ക് പേപ്പർ? എന്നിട്ട് അതെങ്ങനെ വായിക്കുക? അത് മെഴുകുതിരിന്റെ മുകളിലോ അല്ലെങ്കിൽ നല്ല പവറുള്ള ലൈറ്റിന്റെ മുന്നിലോ കാണിക്കുമ്പം അതിലെ കാർബൺ കോമ്പൗണ്ട്സ് ഓക്സിഡൈസ് ആയിട്ട് അതിലത്തെ ലെറ്റർ തെളിഞ്ഞു വരും. ചേച്ചി, അപ്പൊ ഈ ടോർച്ച് ലൈറ്റ് അടുപ്പിച്ച് വെച്ചാ അതിന്റെ അക്ഷരങ്ങൾ തെളിഞ്ഞ് കാണാൻ പറ്റുമോ? ലൈറ്റിന് ചൂടുണ്ടെങ്കിൽ ചിലപ്പോ കാണാം. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ ചോദിക്കണേ? പറയാം, ചേച്ചി ഒന്ന് എന്റെ കൂടെ വാ. ഇതെന്താ ദിയ? ഇത് ഞാനത് എടുത്തു നോക്കിയപ്പോ ഇതാ ബ്ലാങ്ക് പേപ്പർ. പ്രാവിന്റെ കാലില് ബ്ലാങ്ക് പേപ്പറോ? ആ, എന്നിട്ട് ഇന്നലെ ഞാൻ നോക്കിയപ്പോ വെളിച്ചത്തിൽ ഇതിലൊരു വര മാറി വന്നു. ചേച്ചി പറഞ്ഞ പോലെ ഇതൊരു ഇൻവിസിബിൾ ഇങ്കാണെന്നൊന്ന് നോക്കിയാലോ? ഈ പ്രാവിന്റെ കാലിലൊക്കെ മെസ്സേജ് അയക്കണത് പണ്ടത്തെ കാലത്തെ ഏർപ്പാടാ. അങ്ങനെയാണെങ്കിൽ ഇതിലെന്തോ ദുരൂഹത ഉണ്ട്. നീ പോയി ആ ലൈറ്റ് എടുത്തിട്ട് വാ. ആ,
ഒരു ചിഹ്നം. വാളും ചന്ദ്രക്കലയും. ഇതൊരു പാർട്ടിയുടെ ചിഹ്നല്ലേ ചേച്ചി? അത് അരിവാൾ ചുറ്റിക നക്ഷത്രം. ഇത് വേറെ. ഇത് പക്ഷെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എന്താ നമുക്കിത് മാമനെ കാണിച്ചാലോ? വേണ്ട, ഇപ്പൊ കാണിക്കണ്ട. മാമൻ ഇപ്പൊ അമൃത കേസിന്റെ പുറകെയാ. അതിന്റെ ഇടയ്ക്ക് ഇതും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ മാമൻ പിന്നെ ഇതിന്റെ പുറകെ പോവും. തൽക്കാലം നമുക്ക് ഈ ഡയറി തന്നെ വെക്കാം. ഞാൻ ഇതിന്റെ ഫോട്ടോ എടുത്ത് വെക്കട്ടെ. ദിയ, ഈ കാര്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയരുത്. അമ്മ പോലും. മനസ്സിലായോ? ഓക്കെ. എന്താണ് വീട്? ആരുല്ലേ? സുഖേച്ചി. ആ, അമ്മാകത്തുണ്ട്. പോലീസിന്റെ ഇല്ല അർജുൻ, ഞാൻ 2-3 പ്രാവശ്യം സ്റ്റേഷനിൽ പോയിരുന്നു. ഒരു വിവരം കിട്ടി. കാണാതെ പോയ കുട്ടികളല്ല, അല്ല പ്രതികളല്ല. ചേച്ചി, ഈ പോലീസ് കേസ് അന്വേഷിക്കുന്നത് കൂടുതൽ ഞങ്ങളും കൂടി ചില കാര്യങ്ങൾ അന്വേഷിക്കും. ആരന്വേഷിച്ചാലും വേണ്ടില്ല അർജുനെ, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ മോളെ ഒന്ന് കിട്ടിയാൽ മതി. അമൃതയിൽ ഒരാൾ സ്ഥിരമായിട്ട് സ്കൂളിൽ ഫോളോ ചെയ്യണ കാര്യം ചേച്ചിക്കറിയായിരുന്നു. ഒരു തൊപ്പി വെച്ച ആള്. ഇല്ല, എനിക്കറിയില്ല. ചേച്ചി, ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം. എന്താ അർജുനേട്ടാ അത്? ഏത് തൊപ്പിക്കാരെ? ഇതൊക്കെ പോലീസുകാർ അന്വേഷിക്കേണ്ട കാര്യമാണല്ലേ? വോയിസ് റൈസ് വേണ്ട, CIDC ചോദ്യം ചോദിക്കും. അന്ന് നമ്മൾ പോലീസിനോട് പറഞ്ഞത് അമൃതയ്ക്ക് മൊബൈൽ ഇല്ലെന്നല്ലേ. പിന്നെന്തിനാ ഇന്നലെ വൈകുന്നേരം മുതൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് അവൾക്ക് മെസ്സേജ് അയക്കുന്നത്? അതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? വെറുതെ എൻ്റെ പെങ്ങളെ പറ്റി അപവാദനാക്കി പറയരുത്. നിങ്ങളൊന്ന് ഇറങ്ങി പോയിക്കേ. നിനക്ക് അവൻ ആരാന്ന് അറിയാല്ലേ? നിങ്ങളോട് ഇറങ്ങി പോവാനാ പറഞ്ഞേ. ഞങ്ങൾ പൊക്കോളാം, പക്ഷേ ആ തൊപ്പിക്കാരനെ ഞങ്ങൾ പോകും. ചേച്ചി, സ്വന്തം മോളുടെ ജീവൻ വെച്ചാൽ നിങ്ങൾ കളിക്കുന്നത്, അത് ഓർമ്മ വേണം. വില്ലന്മാരുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന ശബ്ദം. അർജുൻ, അർജുൻ, അർജുൻ. രഹസ്യങ്ങൾ ഒളിച്ചു വച്ച മണ്ണിൽ സത്യം തേടി അലയുന്നവർ, ഭയമറിയാത്ത നിഴലുകൾ, വരവായി വരുന്നു ഞങ്ങൾ. അവസാനിക്കാത്ത പോരാട്ടം.